സംസ്ഥാന വനം വകുപ്പിന്റെയും വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ അടയ്ക്കാപത്തൂർ സംസ്കൃതി നടപ്പിലാക്കിയ ഹരിതംഗമയ പദ്ധതിക്ക് തുടക്കമായി. അടയ്ക്കാപത്തൂർ നളന്തയിൽ തയ്യാറാക്കിയ നഴ്സറി വിത്ത് വിതച്ച് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിലൂടെ വീടുകളിലേക്ക് ഔഷധ ഗുണമുള്ള തൈകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നൂതന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിനൊപ്പം ഫലവൃക്ഷങ്ങളുടെ വ്യാപനവും ലക്ഷ്യമിട്ടാണ് അടയ്ക്കാപത്തൂർ സംസ്കൃതി ഹരിതംഗമയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം മണ്ണാർക്കാട് റേഞ്ചിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്കൃതിയുടെ ഈ വർഷത്തെ മുഖ്യ ആവിഷ്കാരമായ പേരയ്ക്ക 2026 പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തുകളിൽ പ്രത്യേകം മദർ ബെഡുകൾ തയ്യാറാക്കിയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അടയ്ക്കാപത്തൂർ നളന്തയിൽ നടന്ന ചടങ്ങിൽ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ 2 നഗരസഭകളും 10ഓളം പഞ്ചായത്തുകളും ഇതിനോടകം തന്നെ ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമാകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇതിനാവശ്യമായ വിത്തുകൾ വിതരണം ചെയ്യാൻ തയ്യാറാണെന്ന് സംസ്കൃതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപത്തൂർ അറിയിച്ചു. സംസ്കൃതിയുടെ ഹരിതസേനയായ സംസ്കൃതി സ്റ്റുഡന്റ് ക്ലബിന്റെ സജീവ പങ്കാളിത്തമാണ് പദ്ധതിയുടെ മറ്റൊരു സവിശേഷത. വിദ്യാലയങ്ങൾ വഴി കുട്ടികൾക്ക് തൈകൾ വിതരണം ചെയ്യുകയും അവ നട്ടുപരിപാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സോഷ്യൽ ഫോറസ്റ്റ് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ KP ജിനീഷ് മുഖ്യാതിഥിയായ ചടങ്ങിൽ പഞ്ചായത്ത് അംഗം KT ഉണ്ണികൃഷ്ണൻ, സ്ഥലം അനുവദിച്ചു നൽകിയ ഗോപികൃഷ്ണൻ നളന്ത, സംസ്കൃതി പ്രവർത്തകരായ UC വാസുദേവൻ, KT ജയദേവൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പരിസ്ഥിതി സൗഹൃദമായ ഒരു തലമുറയെ വാർത്തെടുക്കാനും നാടിനെ ഹരിതാപമാക്കാനും ലക്ഷ്യമിടുന്ന ഈ പദ്ധതി വരും ദിവസങ്ങളിൽ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് വ്യാപിക്കാനാണ് സംസ്കൃതി ലക്ഷ്യമിടുന്നത്. ഒരാശയം നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏത് ആശയമായാലും ആശയം നടപ്പിലാക്കുന്നതിന് യഥാർത്ഥത്തിൽ വിപുലമായ സംഘടനാ സംവിധാനമൊക്കെ ആവശ്യമാണ്. എത്ര നല്ല ആശയമാണെങ്കിലും അത് നടപ്പിലാക്കണമെങ്കിൽ അത്തരം ഒരു സംവിധാനം ആവശ്യമാണ്. എന്നാൽ ഇത് ആശയവും അതിൻ്റെ നടത്തിപ്പും ഒക്കെ ചുരുക്കം ചില ആളുകൾ തന്നെ ഏറ്റെടുത്തിട്ടാണെങ്കിലും മാതൃകാപരമായി അത് മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെല്ലാവരെയും കോർത്തിണക്കാനും പരിശ്രമിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ വനവൽക്കരണത്തിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ വൈവിധ്യം കൈമാറുക, ഇതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് സ്വാഭാവികമായും നാടിനെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ചിട്ടയോടെ, കൂടുതൽ ജാഗ്രതയോടെ വിവിധ തലത്തിലുള്ള നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. അതിനൊക്കെ സഹായകരവും പ്രേരകവുമായിട്ട് ഈ ചടങ്ങ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അടയ്ക്കാപത്തൂർ പ്രദേശം എന്ന് പറയുന്നത് പൊതുവിൽ നമുക്കൊക്കെ അറിയാവുന്ന. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചർപ്പളശ്ശേരി.